ഇതിനൊടുക്കത്തെ ടേസ്റ്റാണ്. ഒരു പ്രാവശ്യം ഉണ്ടാക്കി നിങ്ങൾ ഒരുപാട് വട്ടം ഉണ്ടാക്കും. ബിക്കോസ് ഇത് ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. വളരെ കുറച്ച് സാധനങ്ങൾ മാത്രം മതി. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇത് ഉണ്ടാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്കിത് ഇഷ്ടപ്പെടില്ലാന്ന്. പക്ഷെ ഒരു പ്രാവശ്യം കഴിച്ചപ്പോൾ ഞാൻ പിന്നെ ഒരുപാട് വട്ടം ഇത് ഉണ്ടാക്കി. എസ്പെഷ്യലി ഡയറ്റ് ചെയ്യുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ്. അപ്പൊ ആദ്യം തന്നെ 2 എഗ് എടുത്തിട്ട് അതിന്റെ എഗ് യോക്കും അതിന്റെ എഗ് വൈറ്റും കൂടെ സെപ്പറേറ്റ് ആക്കുക. ഈ എഗ് യോക്കിലേക്ക് പ്ലെയിൻ യോഗേർട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. എഗ് വൈറ്റ് നിങ്ങൾക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നിങ്ങൾ ഒരു പാൻ എടുത്തിട്ട് അതിലേക്ക് ബട്ടർ ഇട്ടിട്ട് റെഡ് ക്യാപ്സിക്കവും ക്യാരറ്റും കൂടെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. അതിലേക്ക് വേണമെങ്കിൽ ഒരു പൊട്ടിക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ സോട്ട് ചെയ്തിട്ട് നേരത്തെ ഉണ്ടാക്കി വെച്ച ആ മിക്സിലേക്ക് ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ടിട്ട് എഗ്ഗിന്റെ വൈറ്റ് കുഞ്ഞു കുഞ്ഞായി അരിഞ്ഞ അതും ഇട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ്, എനിക്ക് ഭയങ്കര സ്പൈസി ആയിട്ടുള്ളതാണ് ഇഷ്ടം, അത് കാരണം ഞാൻ കുറച്ചധികം ചില്ലി ഫ്ലേക്സും പിന്നെ കുറച്ച് ഉപ്പില്ലാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് നിങ്ങൾക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ബ്രൗൺ ബ്രെഡ് എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ ഡയറ്റ് ആയത് കാരണം നിങ്ങൾക്ക് ഏത് ബ്രെഡാണോ വേണ്ടത് അത് എടുക്കും. എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തിട്ട് ബ്രെഡിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ബ്രെഡ് വേണമെങ്കിൽ നിങ്ങൾക്കൊന്ന് ബട്ടറിൽ ഒന്ന് ജസ്റ്റ് ടോസ്റ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. എനിക്ക് മടി കാരണം അത് ചെയ്തില്ല. അങ്ങനെ ചെയ്യുമ്പോൾ ഭയങ്കര ക്രഞ്ചി ആയിട്ടിരിക്കും, ഒന്നും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ഞാനത് ചെയ്തിട്ടില്ല. അപ്പൊ ഇത്രേ ഉള്ളൂ, ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ഇനി അതൊന്ന് കഴിക്കുമ്പോൾ എന്റെ അമ്മ ഒടുക്കത്തെ ടേസ്റ്റ് ആണ്, ഭയങ്കര ഈസിയാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ റിഗ്രറ്റ് ഇല്ലാണ്ട് ഇത് കഴിക്കാൻ പറ്റും. ബിക്കോസ് നമ്മൾ അങ്ങനെ വേറെ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെ ഉണ്ടെന്നും കമന്റ് പറയണം കേട്ടോ.